പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു വീഡിയോ ചെയ്യുന്നതിനെക്കുറിച്ച് എനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് പാർട്ടിയിലെ ലക്ഷക്കണക്കിന് 5 ലക്ഷത്തോളം പാർട്ടി മെമ്പർമാരുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 5 ലക്ഷത്തോളം പാർട്ടി മെമ്പർമാരിൽ ഒരാൾക്ക് പോലും ഞാൻ ഈ ചെയ്യാൻ പോകുന്ന വീഡിയോയുടെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും കഴിയുമായിരുന്നില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനത്തെ ഒരു വിഷയത്തിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത് പിണറായി വിജയനെതിരെ പാർട്ടി നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതായത് കേരളത്തിലെ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവും പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായ ശ്രീമാൻ പിണറായി വിജയനെതിരെ CPM നടപടിയെടുക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ലാതെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുമോ എന്നുള്ളതൊന്നുമല്ല, നടപടിയെടുക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയതിന് ശേഷം പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ ആ ദിശയിലേക്കാണ് സൂചന നൽകുന്നത് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. അത് വെറുതെ പറയുകയല്ല, അത് കാര്യകാരണസഹിതം വസ്തുനിഷ്ഠമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം എൻ്റെ പ്രേക്ഷകരോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പിൽ CPMനുണ്ടായിട്ടുള്ള പരാജയം, ആ പരാജയത്തെ വെറും ഒരു തെരഞ്ഞെടുപ്പ് പരാജയമായി മാത്രം കണ്ടാൽ പോരാ എന്നാണ് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. അതുതന്നെ പിണറായി വിജയനുള്ള വലിയ ഒരു ഇൻഡിക്റ്റ്മെൻ്റ് ആണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഒരു വലിയ കുറ്റപ്പെടുത്തലാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. കാരണം പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞെന്താ, ഭരണവിരുദ്ധ വികാരമില്ല, മോഡി വിരുദ്ധ വികാരമാണ് എന്ന് പറഞ്ഞു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും CPMന് വിട്ടുപോയത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഉണ്ടായതെന്നൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ ശ്രമിച്ചിരുന്നല്ലോ. ആ വാദമുഖങ്ങളെയെല്ലാം ചവറ്റുകൊട്ടയിൽ എറിയുകയാണ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം ചെയ്തത്. എന്നു മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ വെറും ഒരു തെരഞ്ഞെടുപ്പ് പരാജയമായി മാത്രം കണ്ടാൽ പോരാ എന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു നിരീക്ഷണവും കൂടി പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പിണറായി വിജയനെതിരായി അതിശക്തമായിട്ടുള്ള നീക്കങ്ങളുമായിട്ടാണ് CPM മുന്നോട്ട് പോകുന്നത് എന്ന് പറയാനുള്ള ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം. കാരണം ഈ വാദമുഖങ്ങളാണ് ഉയർത്തിയത് പിണറായി, അതെടുത്ത് ചവിട്ടോട്ടെ കളഞ്ഞു. അതിനുശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്നിട്ട് കേന്ദ്ര നേതൃത്വം ഇതിന് സമാനമായിട്ടുള്ള സമീപനമാണ് എടുത്തത്. അവർ പറഞ്ഞു ഭരണവിരുദ്ധ വികാരമാണ്, അടിസ്ഥാന വിഭാഗങ്ങളുടെ വോട്ട് പോയി, ക്ഷേമ പെൻഷനുകൾ കൊടുക്കേണ്ട പോലെ കൊടുത്തില്ല, ഒരുപാട് ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു, അതിനെ ഒന്നും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല. അത്തരത്തിൽ പിണറായി വിജയൻ്റെ വാദമുഖങ്ങളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തന്നെ കേന്ദ്ര നേതൃത്വം വന്ന് ശക്തമായി ഖണ്ഡിക്കുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ അഭിമുഖീകരിച്ച സീതാറാം യെച്ചൂരിയും ഇതേ വാദം തന്നെയാണ് ഉന്നയിച്ചത്. വലിയ തോതിലുള്ളൊരു തെറ്റുതിരുത്തൽ പ്രക്രിയ നമുക്ക് നടത്തേണ്ടി വരും, വലിയ തോതിലുള്ളൊരു ആത്മപരിശോധന നമ്മൾക്ക് നടത്തേണ്ടി വരും എന്ന് സീതാറാം യെച്ചൂരി സെക്രട്ടേറിയറ്റിൽ പറഞ്ഞു. തൊട്ടുപുറകെ നടന്ന സംസ്ഥാന കമ്മിറ്റിയിലും സീതാറാം യെച്ചൂരി ആമുഖമായി ഇത് തന്നെയാണ് സൂചിപ്പിച്ചത്. അതിനെ തുടർന്ന് എന്താ സംഭവിച്ചത്? അതിനെ തുടർന്ന് പിണറായി വിജയനെ ഒന്ന് നേർക്കുനേർ നോക്കാൻ പോലും ധൈര്യപ്പെടാതിരുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ, ഇന്നലെ വരെ പിണറായി വിജയനെ കണ്ടാൽ കവാത്ത് മറന്ന CPMൻ്റെ നേതാക്കന്മാർ, ഇന്നലെ വരെ പിണറായി വിജയൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്തിരുന്ന പിണറായി വിജയൻ്റെ വിശ്വസ്ത വിനീതരായിട്ടുള്ള CPM നേതാക്കന്മാർ ഇരുട്ട് വെളുക്കെ പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് തുടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. വെറുതെ വിമർശിക്കുകയല്ല, രൂക്ഷമായി വിമർശിക്കുക. എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പറഞ്ഞ് പിണറായി വിജയൻ്റെ അടുക്കളയിലേക്ക് പോലും കയറി ചെല്ലാൻ കഴിയുന്ന ഒരു വ്യവസായി ഉണ്ടെന്ന് വരെ പാർട്ടിയുടെ ഒരു കമ്മിറ്റിയിൽ വിമർശനം നടക്കുന്നത് നമ്മൾ കണ്ടു. എല്ലാ ജില്ലാ കമ്മിറ്റിയിലും വിമർശനങ്ങൾ, എല്ലാ ജില്ലാ കമ്മിറ്റിയിലും വിമർശനത്തിൻ്റെ കുന്തമുന പിണറായി വിജയനെതിരെ. എല്ലാ ജില്ലാ കമ്മിറ്റികളിലും ഒരൊറ്റയാൾ മാത്രം വിമർശിക്കപ്പെടുന്നു, അത് പിണറായി വിജയൻ മാത്രം. ഏറ്റവും രസകരമായ കാര്യം അതാണ്. കഴിഞ്ഞൊരു 10 കാലമായി പിണറായി വിജയനോടൊപ്പം പിണറായി വിജയൻ എന്ത് ചെയ്താലും അതിനെ അംഗീകരിച്ച് നിന്നിരുന്നവരാണ്. ഇരുട്ട് വെളുക്കെ കേന്ദ്ര നേതൃത്വം അഭിപ്രായം മാറ്റിയപ്പോൾ പിണറായി വിജയനെ മുച്ചൂടും വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയണം. അതാദ്യം ജില്ലാ
കമ്മിറ്റികളിൽ ആ വിമർശനം വന്നു. അതിനുശേഷം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി കൂടിയ ജില്ലാ കമ്മിറ്റികളിലും ഈ വിമർശനങ്ങൾ വന്നു. കണ്ണൂരിലാണ് പിണറായി വിജയനെ നിർത്തി പൊരിച്ചത്. കണ്ണൂരിൽ കഴിഞ്ഞ ഒരു 18 കാലമായി പിണറായി വിജയൻ ഏറ്റവും അപ്രമാദിയായ ഏക ഛത്രാധിപതിയായ നേതാവായിരുന്നു കണ്ണൂരും കാസർഗോഡുമൊക്കെ. അവിടുത്തെ ജില്ലാ കമ്മിറ്റിയിൽ പോലും പിണറായി വിജയൻ്റെ കൂടെ ഇന്നലെ നിന്നിരുന്നവർ വന്ന് നിർത്തി പൊരിക്കുന്നത് നമ്മൾ കണ്ടു. പപ്പും കൂടെയും പറിക്കുന്നത് നമ്മൾ കണ്ടു. അതിനെ തുടർന്ന് കേന്ദ്ര കമ്മിറ്റി കൂടി. കേന്ദ്ര കമ്മിറ്റിയിലും ചില മുറുമുറുപ്പ് പിണറായി വിജയന് വേണ്ടി 2-3 പേർ നടത്താൻ ശ്രമിച്ചപ്പോൾ അവരെല്ലാം അടിച്ച് ഇരുത്തിക്കളഞ്ഞു കേന്ദ്ര കമ്മിറ്റി. ഇപ്പോൾ അവസാനമായിട്ട് എന്താ സംഭവിച്ചിരിക്കുന്നത്? പ്രകാശ് കാരാട്ട് വന്ന് പാർട്ടിയുടെ ഈറ്റിലമായിട്ടുള്ള കണ്ണൂരിലെയും കാസർഗോഡിലെയും ലോക്കൽ സെക്രട്ടറി മുതൽ മുകളിലോട്ടുള്ളവരുടെ മേഖലാ സമ്മേളനം വിളിച്ചിട്ട് അവിടെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ത്രിപുരയിലും ബംഗാളിലും പോലെ ഇത് പോകാനുള്ള സാധ്യതയുണ്ട്, പോയാൽ തിരിച്ചു വരില്ല, അതുകൊണ്ട് ശ്രദ്ധിച്ചോളണം. ആലോചിച്ച് നോക്കണം, CPM-ൻ്റെ ഈറ്റില്ലത്തിൽ ചെന്നിട്ട് പറയുകയാണ്. 2, CPM-ൻ്റെ അടിസ്ഥാന വോട്ടുകൾ ഒഴുകിപ്പോയി. CPM ജയിച്ചാലും തോറ്റാലും CPM-ൻ്റെ പുറകിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ നിൽക്കുന്നതായിരുന്നു അടിസ്ഥാന വോട്ടുകൾ, അടിസ്ഥാന വർഗത്തിൻ്റെ വോട്ടുകൾ. ആ വോട്ടുകൾ ഒഴുകിപ്പോയി. അതാണ് രണ്ടാമത് പറഞ്ഞത്. മൂന്നാമത് എന്താ പറഞ്ഞത്? CPM-ൻ്റെ വോട്ടുകൾ BJP-യിലേക്ക് പോയി. BJP-യുടെ സാന്നിധ്യം പോലും ഇല്ലാത്ത, ബൂത്തിൽ പോലും BJP-ക്ക് ഇരിക്കാൻ ഒരാളും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും CPM-ൻ്റെ വോട്ടുകൾ BJP-യിലേക്ക് ഒഴുകിപ്പോയി. ഈ 3 കാര്യങ്ങളാണ് പ്രകാശ് കാരാട്ട്. ഇതിനപ്പുറം വേറെ എന്താ പറയാനുള്ളത് സുഹൃത്തുക്കളെ? ഇനിയുള്ള മേഖലാ സമ്മേളനങ്ങൾ ഇതൊക്കെ തന്നെയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും പിണറായി വിജയൻ നടപടി എന്നുള്ള വിഷയത്തിലേക്ക് വരാം. ഈ 3 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതിഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പ്രകാശ് കാരാട്ട് ഉയർത്തിയിട്ടുള്ളത്. ഈ 3 പ്രശ്നങ്ങളും അതിഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് പ്രകാശ് കാരാട്ട് പറയുമ്പോൾ ഈ 3 കാര്യങ്ങൾക്കൊരു കാരണക്കാരൻ വേണ്ടേ സുഹൃത്തുക്കളെ? ഒരു കൊല നടന്നിട്ടുണ്ടെങ്കിൽ ഒരു കൊലപാതകി വേണ്ടേ? ഒരു മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ ഒരു മോഷ്ടാവ് വേണ്ടേ? എന്ന് പറഞ്ഞതുപോലെ ത്രിപുരയിലെയും പശ്ചിമബംഗാളിലെയും പാർട്ടി പോകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിന് കാരണക്കാരൻ ഒരാളുണ്ടാവണ്ടേ? പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ ഒഴുകിപ്പോയി എന്ന് പറഞ്ഞാൽ അതിന് കാരണക്കാരൻ ഒരാളുണ്ടാവണ്ടേ? BJP-യിലേക്ക് വോട്ട് ഒഴുകി എന്ന് പറഞ്ഞാൽ ആ വോട്ട് ഒഴുകിയതിനൊരു കാരണക്കാരൻ വേണ്ടേ? ഇനി ആ കാരണക്കാരനിലേക്ക് പാർട്ടിക്ക് പോകാതിരിക്കാൻ കഴിയുമോ? കാരണം 80കളുടെ മധ്യത്തിൽ MV രാഘവൻ പോയത് ബദൽ രേഖയുമായി ബന്ധപ്പെട്ടാണ്. ഇതിനേക്കാളൊക്കെ എത്രയോ ചെറിയ വിഷയമായിരുന്നു. അതായത് CPM ന്യൂനപക്ഷങ്ങളോട് എടുക്കേണ്ട, മുസ്ലിം ലീഗിനോട് എടുക്കേണ്ട സമീപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ബദൽ രേഖ അവതരിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് CPM-ൽ നിന്ന് MV രാഘവനെ പുറത്തു കളയുന്നത്. അതിനേക്കാളൊക്കെ എത്രയോ അതിഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. CPM-ൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്, CPM-ൻ്റെ അടിസ്ഥാന വോട്ടുകൾ ചോർന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, CPM-ൻ്റെ വോട്ടുകൾ BJP-യിലേക്ക് പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, CPM എന്നേക്കുമായി ഇല്ലാതാകാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ 3 ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് കേന്ദ്ര നേതൃത്വം ഉന്നയിച്ചിരിക്കുന്നത്. ഈ 3 ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ചർച്ച ചെയ്യുമ്പോഴെല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരേ ഒരാളാണ് പിണറായി വിജയൻ. ഈ ഒരേ ഒരാളാണ് ഈ പാർട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. പാർട്ടിയെ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളെ പാർട്ടിയെ വെച്ച് പൊറുപ്പിക്കാൻ കഴിയുമോ സുഹൃത്തുക്കളെ? പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ ഒലിച്ചു പോകാൻ കാരണക്കാരനായ ആളെ പാർട്ടിയിൽ നിലനിർത്താൻ കഴിയുമോ? പാർട്ടിയുടെ വോട്ടുകൾ BJP-യിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരനെ പാർട്ടിയിൽ നിലനിർത്താൻ കഴിയുമോ? പാർട്ടി ത്രിപുരയുടെയും ബംഗാളിൻ്റെയും വഴിയിൽ പോകാനുള്ള ലക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരനായ ആളെ പാർട്ടിയെ നിലനിർത്താൻ കഴിയുമോ സുഹൃത്തുക്കളെ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ വിമർശനങ്ങൾ ഈ നിലയിൽ മുന്നോട്ട് പോയാൽ പിണറായി വിജയൻ്റെ പാർട്ടിയിലെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടാനിടയുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞത്, പിണറായിക്കെതിരെ ഭാവിയിൽ നടപടി ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന്.